PSC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റോർ കീപ്പർ, അറ്റൻഡർ, സെയിൽസ്മാൻ, സെയിൽസ് വുമൺ, അതുപോലെ മാട്രൺ ഗ്രേഡ് 1, കമ്പനി ബോർഡ് LGS, VFA, ബെപ്കോ LD തുടങ്ങിയ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള 100 ഡേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ 100 ഡേ കൊണ്ട് 100 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചു തീർത്തുകൊണ്ട് മുൻവർഷ ചോദ്യങ്ങൾ നല്ല രീതിയിൽ മികച്ച രീതിയിൽ ആൻസർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ മിഷൻ നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പൊ എല്ലാവരും മിഷന്റെ ഭാഗമാകുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കമ്പനി ബോർഡ് LGS, മാട്രൺ ഗ്രേഡ് 1, അതുപോലെ തന്നെ ബെപ്കോ LD, സ്റ്റോർ കീപ്പർ, അറ്റൻഡർ, സെയിൽസ്മാൻ, സെയിൽസ് വുമൺ എന്നിവയ്ക്കൊക്കെ സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കൊരു സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ നമ്പറിലോ സ്റ്റഡി മെറ്റീരിയൽസ് ഏതിൻ്റെയാണോ സ്റ്റഡി മെറ്റീരിയൽസ് വേണ്ടത് അത് കൂട്ടി മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽ ലഭിക്കുന്നതായിക്കോട്ടെ. വേണ്ടവരൊക്കെ മെസ്സേജ് അയക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ട്. ലാൻഡറിന്റെ പെലോഡുകൾ ഉൾപ്പെടാത്തത് ഏത്? ചന്ദ്രയാൻ 3ന്റെ ലാൻഡറിന്റെ പെലോഡുകൾ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. രണ്ട് റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ സി, പി വത്സല. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് EMS നമ്പൂതിരിപ്പാട്. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിന്റെ കൃതികളിൽ പെടാത്തത് ഏത്? ഏതാണ് പെടാത്തായിട്ട് വരിക? നിഴലുറങ്ങുന്ന വഴികൾ. ഒരു ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം, ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ച ദിവസം എന്ന് മുതലാണ്? ഓഗസ്റ്റ് 2023 മുതൽ. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്? TK മാധവൻ. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് സ്വാമി വിവേകാനന്ദൻ. തിരുവിതാംകൂർ രാജവാഴ്ചയെയും അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ. തിരുവിതാംകൂറിലെ രാജവാഴ്ചയും അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. നെക്സ്റ്റ് വൺ, കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന വൈകുണ്ഠസ്വാമിയുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാമാണ് വൈകുണ്ഠസ്വാമിയുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത്? 3 മാത്രമാണ്. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു. 3 മാത്രമാണ് ഉൾപ്പെടാത്തതായിട്ട് വരിക കേട്ടോ. ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി. ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയത് ഏത് നദിക്കാണ്? ഗോദാവരിക്കാണ്. പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി, രണ്ടും. ഡെൽറ്റ രൂപീകരണം നടക്കുന്നു, അതുപോലെ താരതമ്യ വീതി കുറവ്. 2ഉം 3ഉമാണ്. ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം. ഇന്ത്യയില് റെയിൽ ഗതാഗതം ആരംഭിച്ചത് 1853 ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ജാറിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം. 1959 ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്ക് ശാല. 1959 ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്ക് ശാല ഏതാണ്? ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, റുക്കേല. കരിമ്പ് ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം. കരിമ്പ് ഉൽപാദനത്തിൽ ഏതാണ്? ഉത്തർപ്രദേശ് ആണ് കരിമ്പ് ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ഏത് ദേശീയ ജലപാതയാണ്? കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ കനാൽ ഏത് ദേശീയ ജലപാതയാണ്? ദേശീയ ജലപാത 3. ഇന്ത്യയുമായി വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം. ഇന്ത്യയുമായി വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന ഏത് രാജ്യമാണ്? അഫ്ഗാനിസ്ഥാൻ. യങ് ഇന്ത്യ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ. യങ് ഇന്ത്യ എന്ന് പറയുന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? മഹാത്മാഗാന്ധി. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന്റെ സവിശേഷത അല്ലാത്ത ശുഷ്കമായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് അല്ലെ. ഇന്ത്യൻ ഭരണഘടനയിൽ 6 മുതൽ 14 വയസ്സുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതമായ വിദ്യാഭ്യാസം മൗലിക അവകാശമാണ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് ഈ വിദ്യാഭ്യാസ അവകാശം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ഏതിനകത്താണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? 21 റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി, 21A. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഏത് ഭാഗത്താണ് മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഭാഗം 4A മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ദേശീയ ഗാനമായി ജനഗണമന രചിച്ചത് ആര്? ദേശീയ ഗാനമായി ജനഗണമന രചിച്ചത് ആരാണ് ദേശീയ ഗാനമായി ജനഗണമന രചിച്ചത്? ഓപ്ഷൻ എ, രവീന്ദ്രനാഥ ടാഗോർ ആണ് ദേശീയ ഗാനമായി ജനഗണമന രചിച്ചത്. ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലായിരുന്നു? ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലായിരുന്നു പാടിയത്? 24 റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ, കൽക്കത്ത കോൺഗ്രസ് സമ്മേളനം. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്രയാണ്? 3:2 ആണ് ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള
അനുപാതം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷം? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷമാണ്? 1993 ഒക്ടോബർ 12. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12 ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം. ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? 28. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി, അനുച്ഛേദം 21. ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ലിപിയിൽ എഴുതി ചേർത്തിരിക്കുന്നതാണ്? ഏത് ലിപിയിലായിരുന്നു അത് എഴുതി ചേർത്തിട്ടുള്ളത്? 29. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ, ദേവനാഗിരിയാണ് കേട്ടോ, ദേവനാഗിരി. താഴെ പറയുന്നതിൽ ഇന്ത്യൻ ദേശീയ മൃഗം, താഴെ പറയുന്ന ഇന്ത്യയുടെ ദേശീയ മൃഗം എന്ന് പറയുന്നത് ഏതാണ്? 30. റൈറ്റ് ആൻസർ ഏത് വരും? ഓപ്ഷൻ ബി, കടുവയാണ് കേട്ടോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഗാന്ധിജിയുടെ നേതൃത്വം നടത്തിയ അവസാനത്തെ ബഹുജന സമരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഗാന്ധിജിയുടെ നേതൃത്വം നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏതാ? ക്വിറ്റ് ഇന്ത്യ സമരമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഗോത്ര കലാപങ്ങളെ കുറിച്ച് കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ചരിത്രത്തിലെ ഗോത്ര കലാപങ്ങളിൽ കുറിച്ച് കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? രാമനമ്പിയാണ്. രാമനമ്പി. ദേശീയ കാഴ്ചപ്പാടോടുകൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി. ദേശീയ കാഴ്ചപ്പാടോടുകൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി ആരാണ്? രാജാറാം മോഹൻ റോയ്. 2023 ഇന്ത്യ അധ്യക്ഷ സ്ഥാനം വഹിച്ച G20 2024 അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ പോകുന്ന രാജ്യം ഏതായിരുന്നു? 34. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി, ബ്രസീൽ ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ, അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകാൻ ലക്ഷ്യമിട്ട് രവീന്ദ്രനാഥ് ടാഗോർ സ്ഥാപിച്ച സർവകലാശാല ഏതാണ്? ആ സർവകലാശാല. 35. റൈറ്റ് ആൻസർ ഏത് വരും? ഓപ്ഷൻ എ, വിശ്വഭാരതി. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം എന്നാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് 1919 അല്ലെ. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായ തകർച്ചയെ വെളിപ്പെടുത്തുന്ന ചോർച്ച സിദ്ധാന്തം ആരുടെ സംഭാവനയാണ്? ആരുടേതാണ്? ദാദാഭായ് നവറോജി. സാറേ ജഹാം സെ അച്ഛ എന്ന ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനത്തിന്റെ രചയിതാവ് ആരാണ്? ഈ ഗാനം രചിച്ചിട്ടുള്ളത്? 38. റൈറ്റ് ആൻസർ ഏത് വരും? ഓപ്ഷൻ ഡി ആണ് അല്ലെ, അല്ല മുഹമ്മദ് ഇക്ബാൽ ആണ്. സ്വതന്ത്രാനന്തര ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിന് സുപ്രധാന പങ്കുവഹിച്ച ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏത്? സ്വതന്ത്രാനന്തര ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിൽ സുപ്രധാനമായി പങ്കുവഹിച്ച ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി എന്ന് പറയുന്നത് ഏതാണ്? 39. റൈറ്റ് ആൻസർ ഏത് വരും? ഓപ്ഷൻ ബി, ബംഗ്രനങ്കലാണ്. ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന ബ്രിട്ടീഷ് കരിനിയമത്തിന്റെ പേരെന്ത്? ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന ബ്രിട്ടീഷ് കരിനിയമത്തിന്റെ പേര് എന്താണ്? 40. റൈറ്റ് ആൻസർ ഏത് വരും? ഓപ്ഷൻ എ, റൗലറ്റ് ആക്ട് ആണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളി വനിതാ കായിക താരം ആരാണ്? റൈറ്റ് ആൻസർ ആയിട്ട് വരിക PT ഉഷയാണ്. കൊച്ചി മെട്രോ നിലവിൽ വന്നത് ഏത് വർഷമാണ്? കൊച്ചി മെട്രോ ഏത് വർഷം നിലവിൽ വന്നേ? 2017. കേരളത്തിൽ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏതാണ്? കിഴക്കോട്ട് ഒഴുകുന്നത് പാമ്പാറാണ് കിഴക്കോട്ട് ഒഴുകുന്നത്. പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ്? എവിടെയാണ് പൊന്നാനി തുറമുഖം സ്ഥിതി ചെയ്യുന്നത്? ഏത് നദിയുടെ നദിക്കരയിലാണ്? ഭാരതപ്പുഴയുടേതാണ്. 2022 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിത ആരാണ്? ഓപ്ഷൻ ബി, നഞ്ചിയമ്മ. കേരളത്തിലെ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തിയ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏതാണ് കേരളത്തിലെ ദേശീയ ഉദ്യാനമായിട്ട് വരിക? 48. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി, ഇരവികുളം. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ എന്ന് പറയുന്നത് വേമ്പനാട്ടു കായലാണ് കേട്ടോ. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്? നെയ്യാറ്റിൻകരയിലാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ആരാണ് സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത്? ഓപ്ഷൻ ഡി, അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത്. 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം. 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയത് എവിടെയാണ്? അരുവിപ്പുറം. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം അത് ആറ്റിങ്ങൽ കലാപമാണെന്ന് ഓർക്കുക. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏത് വർഷമാണ് വൈക്കം സത്യാഗ്രഹം നടന്നിട്ടുള്ളത്?
54 റൈറ്റ് ആൻസർ ഓപ്ഷൻ എ 1924. ധീവര സമുദായത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം നൽകിയ പ്രസ്ഥാനം ഏതാണ് ആ പ്രസ്ഥാനം? 55 റൈറ്റ് ആൻസർ ഏത് വരും? ഓപ്ഷൻ സി ആരയ സമാജം. കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽപാത എന്ന് പറയുന്നത് ഏതാണ്? ബേപ്പൂർ മുതൽ തിരൂര് വരെ. പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആര്? പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി എന്ന് പറയുന്നത് ആരാണ്? കെ കേളപ്പൻ. കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് എന്ന് പറയുന്നത് ഏതാ? നെടുങ്ങാടി ബാങ്ക് ആണ് കേട്ടോ. 2024 നടക്കുന്ന ഒളിമ്പിക്സ് വേദിയാകുന്ന നഗരം ഏതാണ്? ഒളിമ്പിക്സിന് വേദിയാകുന്നത് പാരീസ് ആണ്. പ്രശസ്ത നാടകമായ അടുക്കളയിൽ നരങ്ങത്തേക്ക് എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? വി ടി ഭട്ടതിരിപ്പാടാണ് കേട്ടോ. വി ടി ഭട്ടതിരിപ്പാട്. ദെൻ നെക്സ്റ്റ് ചോദ്യം 21ാം ചോദ്യം PSC ക്യാൻസൽ ചെയ്തിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. താഴെ തന്നിരിക്കുന്നവയിൽ ജീവകങ്ങളെ സംബന്ധിക്കുന്ന പ്രസ്താവന തെറ്റായ പ്രസ്താവന ഏത്? താഴെ സംബന്ധിക്കുന്ന ജീവകങ്ങളെ സംബന്ധിച്ച പ്രസ്താവന തെറ്റായത് ഏതാണ്? മോണ, ത്വക്ക്, പല്ല്, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകം ബി. അത് മാത്രമാണ് തെറ്റായിട്ട് വരിക. ഒരു ബാക്ടീരിയൽ പകർച്ചവ്യാധിയെ കുഷ്ഠം ഒരാൾ മറ്റൊരാൾക്ക് പകരുന്നത് ഏത് രീതിയിലാണ് പകരുന്നത്? സമ്പർക്കം മുഖേനയാണ് പകരുന്നത്. കേരളത്തിൽ അവിഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷണത്തിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ സ്നേഹസ്പർശമാണ്. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യ ശരീരത്തെ ശ്വേത രക്താണുക്കൾ ഏതാണ്? 65 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി മോണോസൈറ്റും ന്യൂട്രോഫിലുമാണ് കേട്ടോ. പയർച്ചെടി സങ്കര ഇനം ഏതാണ്? പയർച്ചെടിയുടെ സങ്കര ഇനം എന്ന് പറയുന്നത് ഏതാ? ഓപ്ഷൻ ബി ഭാഗ്യലക്ഷ്മിയാണ്. വനവിഭവം അല്ലാത്തത് ഏതാ? മണ്ണെണ്ണയാണ് ഇതിനകത്ത് വനവിഭവം അല്ലാത്തതായിട്ട് വരുന്നത്. ദെൻ അമ്ലമഴയ്ക്ക് കാരണമാകുന്ന വാതകം ഏതാണ്? സൾഫർ ഡയോക്സൈഡ് ആണ്. 69ാം ചോദ്യം PSC ക്യാൻസൽ ചെയ്തിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ശുദ്ധജലത്തിന്റെ pH മൂല്യം എത്ര? 70 റൈറ്റ് ആൻസർ ഓപ്ഷൻ എ 7 ആണ്. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക ആരുടെ സംഭാവനയാണ്? റൂദർഫോർഡിന്റെ സംഭാവനയാണ്. കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? കലാമിൻ സിങ്കിന്റെ അയിരാണ് കലാമിൻ. ഉത്കൃഷ്ടവാദങ്ങൾ ആധുനിക പീരിയോഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു? ഏത് ഗ്രൂപ്പിലാണ് ഉത്കൃഷ്ടവാദങ്ങൾ ഉൾപ്പെടുക? 18ാം ഗ്രൂപ്പിലാണ്. താഴെ കൊടുത്തിട്ടുള്ള ഓക്സിജന്റെ ഉപയോഗങ്ങളിൽ പെടാത്തത് ഓക്സിജന്റെ ഉപയോഗത്തിൽ പെടാത്തത് ഏതാണ്? ഗ്ലീസിൻ പൗഡർ നിർമ്മാണത്തിന്. ഭക്ഷ്യവസ്തുക്കൾക്ക് ചുമപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തു ഏതാണ്? കാർമോയിസിൻ ആണ്. ഒരു വസ്തുവിന്റെ സ്വയം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഭ്രമണ ചലനം. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മയാണ്. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും സാന്ദ്രത വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നത്. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രത വ്യത്യസ്തമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിന്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നത് എന്താണ്? 78 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി അപവർത്തനമാണ് കേട്ടോ. അപവർത്തനം. ദെൻ ചുവടെ നൽകിയിരിക്കുന്ന താപപ്രക്ഷേപണ രീതിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ സി ബാഷ്പീകരണമാണ് അതിൽ ഉൾപ്പെടാത്തതായിട്ട് വരുന്നത്. ദെൻ ചുവടെ പറയുന്നതിൽ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം ഏതാണ്? കാറ്റും അതുപോലെ തിരമാലയുമാണ് കേട്ടോ. 1ഉം 2ഉമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കിയത്? ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ 100 ഡേയ്സ് ചലഞ്ചിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് വർക്ക്ഔട്ട് ചെയ്ത് എല്ലാ PSC പരീക്ഷയ്ക്കും ഒരുപോലെ ഈ ഒരു PSC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സ്റ്റോർ കീപ്പർ, അറ്റൻഡർ, സെയിൽസ്മാൻ, സെയിൽസ് വുമൺ, അതുപോലെ മാട്രിക് ഗ്രേഡ് 1, വെബ്കോ LD, കമ്പനി ബോർഡ്, LGS ഒക്കെ സ്റ്റഡി ഗ്രൂപ്പ് നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട്. വേണ്ടവരൊക്കെ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക കേട്ടോ.